എൻ്റെ കയ്യിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യത്തിന് പൈസയില്ല, പറ്റിയ ഷോറൂമില്ല, ആളുകൾ എന്നെ പരിഗണിക്കുന്നില്ല, എല്ലാവരും എന്നെ തിരസ്കരിക്കുന്നു. ബിസിനസ് പരാജയപ്പെടുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസാണിത്. എന്നാൽ നിങ്ങൾ ചില കഥകൾ കേട്ടു നോക്കുക. നിങ്ങൾക്ക് നൈക്കി ബ്രാൻഡിനെ അറിയാലോ. ലോകോത്തരമായ സ്പോർട്സ് ബ്രാൻഡാണ്. ബില്യൺ കണക്കിന് മൂല്യമുള്ള കമ്പനിയാണ്. നൈക്കി തുടങ്ങുന്ന സമയത്ത് സ്ഥാപകൻ ഫിൽ നൈറ്റ് ജപ്പാനിൽ പോയി പുതിയ ഷൂകൾക്ക് ഓർഡർ നൽകിയപ്പോൾ ആദ്യം നൽകിയത് $50 മാത്രമാണ്. അതായിരുന്നു ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. അതിനുശേഷമാണ് സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് $1000 ആള് ചെയ്യുന്നത്. ഇന്ന് കമ്പനിയുടെ മൂല്യം എത്രയാണ്? സോ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിന് പണമില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇനി സ്വന്തമായി നിങ്ങൾക്ക് നല്ലൊരു പോഷ് ഓഫീസില്ലേ എങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിനെ അറിയാമല്ലോ. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ഈ കമ്പനി തുടങ്ങിയത് സ്റ്റീവ് ജോബ്സിന്റെ വീട്ടിലെ ഗാരേജിലാണ്. ഇനി ആപ്പിൾ മാത്രമല്ല, ആൽബുക്കർക്കിലെ ഒരു ചെറിയ ഗാരേജിലാണ് മൈക്രോസോഫ്റ്റ് തുടങ്ങുന്നത്. ഗൂഗിൾ, ആമസോൺ, HP ഇവരെല്ലാം ഗാരേജ് തുടക്കക്കാർ തന്നെയാണ്. പക്ഷെ ഇന്ന് അവരാണ് ലോകം വാഴുന്നത്. പക്ഷെ ഞാൻ എത്ര മാസമായി കഷ്ടപ്പെടുന്നു, യാതൊരു ഫലമില്ല എന്ന് പറയും പലരും. മിസ്റ്റർ ബീസ്റ്റിനെ പലർക്കും അറിയാൻ പറ്റും. ലോകത്ത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ക്രിയേറ്ററാണ് മിസ്റ്റർ ബീസ്റ്റ്. 2012 13 വയസ്സിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വൈറൽ വീഡിയോ വരുന്നത് 2017 പക്ഷേ ആ 5 വർഷങ്ങൾ പുള്ളി ഉഷാറ് വിടാതെ 100 കണക്കിന് വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തത്. അയ്യോ, എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, ഞാൻ ഈ പണി നിർത്തുന്നു എന്ന് പറഞ്ഞ് പുള്ളി കരഞ്ഞിരുന്നില്ല. പുള്ളി സ്വന്തം രീതികൾ മാറ്റിപ്പിടിച്ചു. അതുപോലെ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പൊട്ടിയിട്ടാണ് എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. ഹെൻറി ഫോർഡ്, JK റൗളിംഗ്, പെലെ ആദ്യകാല പരാജയങ്ങൾ വിജയമാക്കിയവരാണ് നമുക്ക് ചുറ്റും ധാരാളം പേർ. പക്ഷെ ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ച് അവശതയായി എന്ന് പറയും. അവിടെയുമുണ്ട് മറ്റൊരാൾ. 500 ബില്യണിൽ കൂടുതൽ സമ്പാദ്യത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക്. ഇനിയും മനസ്സിലുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സ്പേസ് എക്സ് ക്യാമ്പസിൽ തന്നെ താമസിച്ച് ആഴ്ചതോറും 100 കണക്കിന് മണിക്കൂറുകളാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. പക്ഷെ ആരും എൻ്റെ അധ്വാനത്തെ വിലമതിക്കുന്നില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും ആരും അത് കാണുന്നില്ല. എനിക്ക് തിരസ്കാരങ്ങൾ, നോ തന്നെയാണ് ഫലം. സെയിൽസ് നടക്കുന്നില്ല, ഓർഡറുകൾ കിട്ടുന്നില്ല. നമ്മൾ പലരും ഈ പ്രശ്നവും പറയും. എന്നാൽ സ്റ്റാർബക്സിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാനിറങ്ങിയ ഹൊവാർഡ് ഷുൾസ് 242 തവണയാണ് നിരാശനായി വെറും കൈയോടെ തിരസ്കാരം സ്വീകരിച്ച് മടങ്ങിപ്പോരേണ്ടി വന്നത്. കൂടാതെ 1009 പ്രാവശ്യമാണ് KFC സ്ഥാപകൻ കേണൽ സാൻഡേഴ്സ് തന്റെ ചിക്കൻ റെസിപ്പിയുമായി റെസ്റ്റോറൻറ്റുകളെ സമീപിച്ചപ്പോൾ വെറും കൈയോടെ മടക്കി അയക്കപ്പെട്ടത്. സോ മൈ പോയിന്റ് ഈസ്, സ്റ്റോപ്പ് വിത്ത് യുവർ എക്സ്ക്യൂസസ്. ബിസിനസ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റോ, ഏറ്റവും അനുയോജ്യമായ സ്ഥലമോ, ആളുകളുടെ സ്വീകാര്യമോ, ഏറ്റവും നല്ല പ്രൊഡക്റ്റോ അല്ല. ഏറ്റവും അനുയോജ്യരായ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു കച്ചവടം വിജയിക്കുമോ ഇല്ലയോ എന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം ആദ്യ വർഷം വമ്പൻ വിജയങ്ങളായിരുന്നു. കാരണം ഞാൻ കൈമൈ മറന്ന് പണിയെടുക്കും എന്നത് തന്നെ. എന്നിട്ടും അവയിൽ പലതും പൊളിഞ്ഞു പോയതിന് പല കാരണങ്ങളുണ്ട്. അമിത വ്യയം, ഇരിക്കും മുമ്പ് കാൽ നീട്ടൽ, ആളുകളെ അമിതമായി വിശ്വസിക്കൽ, അടുപ്പമുള്ളവരോട് കഠിനമായ സത്യം പറയാതെ അവരെ ഡെഡ് വൈറ്റായി കൊണ്ടു നടക്കുന്ന രീതി, നോ പറയാനുള്ള മടി, ബിസിനസ് മറ്റൊരു വ്യക്തിയാണ്, അതിനെ ബഹുമാനിക്കണം എന്നുള്ള പാഠം പ്രാവർത്തികമാക്കുക. അങ്ങനെ പോകുന്നു ഞാൻ ചെയ്ത തെറ്റുകൾ. സോ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ ഒന്നേ മനസ്സിലാക്കേണ്ടൂ, അതിനുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. ബട്ട് അതിൽ നിരാശപ്പെടുകയുമരുത്. കാരണം ബിസിനസ് ചെയ്യാൻ ഇറങ്ങുക എന്ന പ്രക്രിയ തന്നെ വളരെ ധീരമായൊരു കാര്യമാണ്. നിഷ്ക്രിയമായ മടിയിൽ സ്വയം തളച്ചിടാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സ്വപ്നം കാണാൻ ഏറെ ധൈര്യം വേണം. അല്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടു ചിന്തിക്കണം. അല്പം കാൽപ്പനികത വേണം. അതിനുള്ള ഫണ്ട് സ്വരൂപിക്കാനും വേണം അപാരമായ ധൈര്യം. പക്ഷേ എന്നിട്ടും ബിസിനസ് വിജയിക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് മാറേണ്ടത്. അടിമുടി സ്വയം, കഠിനാധ്വാനം, കൺസിസ്റ്റൻസി, മിതവ്യയം, ദീർഘവീക്ഷണം, വിശ്വസ്തത, അതേസമയം കരുതൽ, വികാരജീവിയാകാതിരിക്കൽ, ഏറെ അടുപ്പമുള്ളവരായാലും ബിസിനസ് വരുമ്പോൾ സത്യം പറയൽ, കൂടെയുള്ളവരെ സംരക്ഷിക്കൽ, അതേസമയം ഇത് എൻ്റെ ബിസിനസ്സും കൂടിയാണെന്ന ബോധ്യം അവരിൽ ജനിപ്പിക്കൽ. അങ്ങനെ ഒരു മനുഷ്യൻ അവനവനുമേൽ എത്ര നിയന്ത്രിക്കുന്നുവോ, എത്ര പ്രാക്ടിക്കലും അതേസമയം സ്വപ്നജീവിയുമാണോ, എങ്കിൽ ബിസിനസ് വിജയിക്കാൻ പുതിയ AI ടെക്നോളജി വേണ്ട. ബജി ബായ് കടയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ബജി മാത്രം മതി. പക്ഷേ എൻ്റെ ജീവിതം നായ നക്കി എന്ന് കരഞ്ഞ് ആരാണോ ഇരിക്കാത്തത്, മടിയെ കുടഞ്ഞെറിഞ്ഞ് ആരാണോ മുന്നോട്ടു പോകുന്നത്, സ്വന്തം സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ പടിപടിയായി മാറ്റി ആരാണോ സ്വയം നവീകരിക്കുന്നത്, ആത്യന്തിക വിജയം അവർക്ക് മാത്രമാകും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. എല്ലാ തുടക്കങ്ങളും ചെറുതാണെന്ന് പറഞ്ഞല്ലോ. ഈ ബിസിനസ്സുകളുടെ തുടക്കവും കണ്ടു നോക്കൂ. ഇന്നവർ എവിടെ എത്തിയെന്നത്.